Here I am, okay. Now the time is 8:14 and Mukum called me and said like his sister left. His sister left to, you know where? No car came here. One car came there actually in this thing, doing drama actually. What drama we don't know. Always conducting dramas and for this Devanand painting works. ഇവിടെ വന്ന KL31 പെയിൻറ്റിങ് വർക്ക്സിൻ്റെ ഇതാണ്. അപ്പം ഇപ്പം സമയം 8:14. Today's date is March 16th and he was saying about his sister. His sister is not at Sovey Madhapur. He left Sovey Madhapur and she's staying there at there. She's staying there at Jaipur, it seems 20 kilometers away from Mukum's this rented house, and she's doing 1 month some fellowship, and these people will be always saying this fellowship, this and that. We don't know what fellowship. Okay, God knows what she's doing actually. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്, കള്ളികളാണ്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കും. എന്ത് ഉദ്ദേശമെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ അടുക്കൽ ഇതാക്കുന്നവരെ ഇതാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കള്ളര. ഇതാണ് എൻ്റെ വീട്. ഞാൻ ഇവിടെയാണ്. പല പല രീതിയിലാണ് ഇവന്മാരും എന്താണ് ഇങ്ങനെ നടക്കുന്നത്. മറ്റുള്ളവരെ ട്രാപ്പ് ചെയ്യാനും ഇതായിട്ടും. പിന്നെ ഇവന്മാർ ഭയങ്കര അഭിനയങ്ങളായിരിക്കും. നമ്മുടെ വീട്ടിൽ ഇവന്മാരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളുടെ വീട്ടിൽ ആരൊക്കെയോ വരുന്നു, കല്യാണ കഥകൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. ഈ മുക്കുമിൻ്റെ സിസ്റ്ററിൻ്റെയും പരിപാടി ഇത് തന്നെയാണ്. ഇങ്ങനെ വരുന്നത് വേറെ ആരോ പെണ്ണുങ്ങൾ വരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഭയങ്കരമായ പല പല കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഭയങ്കര ഹിഡനായിട്ടുള്ള നേച്ചറുള്ള ആൾക്കാരാണ് ഇവർ. ഒന്നും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയത്തില്ല. ഇവരെക്കുറിച്ച് നമുക്ക് എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വെറും ഭയങ്കര അങ്ങനത്തെ പേഴ്സണാലിറ്റീസാണ്. അങ്ങനത്തെ പേഴ്സണാലിറ്റിയാണ്. ഈ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവളും ഇങ്ങനെയാണ്. ഭയങ്കര നിങ്ങൾക്ക് നാട്ടുകാർക്ക് ഫുൾ അറിയാം ഇവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇതുപോലെ ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ മുക്കാലും ആൾക്കാർക്കും അറിയാം ആത്മഹത്യയൊന്നുമല്ല, കൊന്നു കെട്ടി തൂക്കിയതാണെന്ന്. അതുപോലെ നമ്മളെയും വകവരുത്താൻ നോക്കിയതാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് കഥയൊക്കെ ഉണ്ടാക്കി. ഇവരുടെ കഥകളാണ് ഇങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസ് കഥകൾ. അങ്ങനെ പല പല കഥകളുണ്ടാക്കുക. പിന്നെ നമ്മൾ പല പല രീതിയിലുള്ള കഥകളുണ്ടാക്കുക. നമ്മളെ ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് ജോലി. അപ്പോൾ ഇവിടെ വന്നത് ചിലപ്പം ഇങ്ങനെ ഈ വീട്ടിൽ ഹിഡൻ ക്യാമറാസ് ഒന്നും കാണത്തില്ലായിരുന്നായിരിക്കുമല്ലോ, എല്ലാം സെറ്റ് ചെയ്തിച്ച് പോകാൻ വന്നതായിരിക്കും ഇവള്. അങ്ങനെയൊക്കെ പല പല വേലകളുണ്ട് ഇവളുടെ കയ്യിൽ. ഇവൾ അതിനായിരിക്കും വരുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ ആരോട് സംസാരിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കാനും വരയ്ക്കാനും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും. ഹിഡൻ ക്യാമറാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എന്നിട്ട് വേറെ വീടുമായിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ എന്തോ ടെക്നോളജിയൊക്കെ ഉണ്ട് ഇവൾമാരുടെ കയ്യിൽ. നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ബാത്റൂമിൽ പോയാൽ നമ്മൾ വേറെ എവിടെയോ പോകും, അതുവഴി വേറെ എവിടെയോ പോവുക, തിരിച്ചു വരുമ്പോൾ വേറെയാണ്, വേറെ വീട്ടിലോട്ടാണ് വരുന്നത്. നമ്മുടെ തന്നെ ക്യാമറ ആയിരിക്കും, ഈ ക്യാമറ തന്നെ ഇവിടെ ആയിരിക്കും. പക്ഷേ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കറണ്ട് കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്യാമറാസും ഇൻവേർട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ പവർ പോകുമ്പം ഇത് ക്യാമറ ഓഫാക്കും ഇവർ എങ്ങനെയോ. അതിന് പവർ പോകുന്നത് ഇവർ പോയിപ്പിക്കുന്നതാണ്. ഇവരുടെ കഥയ്ക്കനുസരിച്ചാണ് ഇവർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇവർ ക്യാമറ ഓഫ് ചെയ്യുന്നത്. ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് വൈഫൈ ഫെയിൽഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് പിന്നെ അവിടെ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ അവിടെ എന്തോ എഡിറ്റ് ചെയ്ത് ചേർക്കാനോ അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇവൾ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പം എല്ലാവരോടും ചോദിക്കുമ്പോൾ പറയും ക്യാമറ എങ്ങനെ ഓഫ് ചെയ്യാനാണ്, നമ്മുടെ ഇൻവേർട്ടറുമായിട്ട് കണക്റ്റഡ് ആയ സാധനം ഓഫ് ആവുമോ? ഒരിക്കലും ഓഫ് ആവത്തില്ല. ഇൻവേർട്ടറുമായിട്ട് കണക്റ്റ് ആകുന്ന സാധനം ഒരിക്കലും ഓഫ് ആവേണ്ട കാര്യമില്ല. ഇവരിങ്ങനെ ഓഫാക്കുക, ഇങ്ങനെ പല പല പരിപാടികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവളുമാരുടെ ഇതെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇവള് ഇതുപോലെ തന്നെ മുക്കുമിൻ്റെ സിസ്റ്റർ ഗൈനക്കോളജിസ്റ്റ്, ദൈവത്തിനറിയാനുണ്ടോ ഗൈനക്കോളജിസ്റ്റാണോ എന്താണെന്നൊക്കെ. വെറും തേർഡ് റേറ്റ് കള്ളിയാണ്, ഭയങ്കര പക്ക കള്ളിയാണ്. അവളുടെ ഇരിപ്പൊക്കെ കണ്ടാൽ അറിയാം കള്ളിയാണെന്നും ഭയങ്കര ഫ്രോഡാണെന്നുള്ളത്.
ഭയങ്കര ഫ്രോഡാണ് ആൾ. മുക്കുമിന് തന്നെ എന്തോ അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുക്കും പറഞ്ഞ് മുക്കും ദൂരെ എടുത്തതെന്ന് വീട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനത്തെ നേച്ചറാണ് ഈ പ്രീതായസ് പണിക്കറിൻ്റെയൊക്കെ തനി നേച്ചറല്ല. അവനെ രാകേഷ് എന്ന് പറയുന്ന അങ്ങനെ ഗതികേടാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഭാവിയിൽ. അയാൾ ജീവിക്കുമോ അയാളെ കൊച്ചിലെ തന്നെ വകവരുത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇവൾ മനസ്സിലായില്ലേ, ഇവളെങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളത് അന്നേരം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അയാളുടെ വീട്ടിലെല്ലാവരും ഒന്നിച്ച് വലിയ കുഴപ്പമില്ലാതെ താമസിക്കുന്നവരാണ്. ഇവർ ചെന്നിട്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവളിങ്ങ് പോകുന്നത്. അവിടെ അങ്ങ് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അവർക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവർ ശരിയാക്കും. ബാക്കിയുള്ളവരെല്ലാം കൂടെ അത്ര വലിയൊരു കണക്ഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ പാമ്പിടിച്ചൊരു പെങ്കൊച്ചുണ്ട്, അതെല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് കറക്റ്റായിട്ട് ഇത്ര എണ്ണിച്ചുട്ട പോലൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരിക്കാം. അപ്പോൾ ഇവർ ഭയങ്കര അങ്ങ് ഭരണമായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കാവൂ, ഇത്രേ ഉണ്ടാക്കാവൂ, മറ്റേതാണ് മറിച്ചേതാണ്. ഫുഡ് അങ്ങനെയൊന്നുമല്ല ആരും ഉണ്ടാക്കുന്നത്. ഇങ്ങനെ എന്താ പറയുന്നത്, 2 പേർക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരാൾക്ക് ഉണ്ടാക്കി ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അരിമ്പിച്ച് ഉണ്ടാക്കി ആ ഒരു നേച്ചറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ സ്വഭാവം. ഭയങ്കര മൈസർലി സ്വഭാവം കൊണ്ട് നടക്കുക. അപ്പോൾ ആ കൊച്ചിനെ ഭയങ്കരമായിട്ട് അങ്ങ് ടോർച്ചർ ചെയ്യുമായിരുന്നു ഇവർ. അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ടോർച്ചറിങ് ആയിരുന്നു. ഇതുപോലെ അത്ര എടുക്കണ്ട, ഇത്ര എടുക്കണം, മറ്റേത് മറിച്ചേത്, ഭയങ്കര പഠിപ്പീര. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്വഭാവം. സോ ഹിയർ ഐ ആം ഇൻസൈഡ് മൈ ഹൗസ്. ഇവിടെ ഒന്നും ഒരവനും വരത്തില്ല. കണ്ടല്ലോ, ഒരു പട്ടി ഇവിടെ എങ്ങും ഇല്ല. ഇവിടെ ഒന്നും ഒരവനും കയറേണ്ട കാര്യമില്ല. അതിനകത്തങ്ങാണ്ട് ഒരുത്തൻ വന്നത്, ഒരു കാറ് വന്നേച്ചാൽ അതിനകത്തോട്ടങ്ങാണ്ട് പോകുന്നത് കണ്ടൊരുത്തൻ. ഇങ്ങനെ പല കാറ് വരുമോ അവൻ്റെയൊക്കെ വീട്ടിൽ. എന്നിട്ട് നമ്മുടെ വീട്ടിലാരണ്ട് വരുന്ന കഥയുണ്ടാക്കുക. ഇവിടെ വേണ്ട, പല കഥകളാണ്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കാലശേഷമാണെങ്കിലും എൻ്റെ അമ്മ അങ്ങനെ ആർക്കും ഒപ്പിട്ട് കൊടുക്കത്തുമില്ല, കൊടുക്കാൻ പറ്റത്തുമില്ല. സെറ്റിൽമെൻറ്റ് ഡീഡാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രീതായസ് പണിക്കർ ഇങ്ങനെ നടക്കുക. പ്രീതായസ് പണിക്കറിന് സ്വത്തൊന്നും തികയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്നടുത്ത് ആ സ്വത്ത ഉള്ളത്. പോയി കാണാൻ ആർക്ക് വേണമെങ്കിലും. പന്തളം കുളനടയ്ക്കടുത്ത്, ഉളനാടെന്ന് പറയുന്ന സ്ഥലത്താണ്. സർവേ നമ്പർ അറിയത്തില്ലായിരുന്നല്ലേ, അതും കൂടെ പറഞ്ഞു തന്നേനെ. വല്യത്ത് വീടെന്ന് പറയുന്ന വീട് ചോദിച്ചാൽ അതിൻ്റെ ജലജയുടെ വീടിൻ്റെ തൊട്ട് കിഴക്കേ വശം, മതിലിൻ്റെ കിഴക്കേ വശം അങ്ങോട്ട് കിടക്കുന്നത്, തെക്കോട്ട് കിടക്കുന്ന ഇവളുടെ പ്രോപ്പർട്ടിയാണ്. 1 ഏക്കർ 75 സെൻറ്റ് സ്ഥലമുണ്ട്. മനസ്സിലായില്ലേ? എനിക്കിവിടെ 1 ഏക്കർ 46 സെൻറ്റ് സ്ഥലമേ തന്നിട്ടുള്ളൂ. 14 ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം മുമ്പേ ഒരു 14 സെൻറ്റ് ഞാൻ ഒരിക്കൽ വിറ്റിട്ടുണ്ട്. അങ്ങനെ കൂട്ടിയാലും ശരി, ഈ 14 ഇപ്പം മാറ്റി വെച്ചാൽ 1 ഏക്കർ 46 സെൻറ്റ് സ്ഥലം, അല്ലെ 50 ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഇവർക്ക് അതിലും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇനി പിടിക്കാൻ വരേണ്ട കാര്യങ്ങളൊന്നും ഇങ്ങോട്ടില്ല. ഇവർക്ക് പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് ഇങ്ങനെ അത്യാഗ്രഹം കൊണ്ട് നടക്കുക. കണ്ടവരെയെല്ലാം ഇങ്ങനെ എന്താ പറയുന്നത്, കണ്ടവരെയൊക്കെ വകവരുത്തി എങ്ങനെയെങ്കിലും എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് നടക്കുന്നവളായി ഇവൾ. മനസ്സിലായില്ലേ? ഭയങ്കര രോഗമാണ് ഇവൾക്ക്. സ്വത്ത് പ്രാന്തും കൊണ്ട് നടക്കുക. സ്വത്ത് പ്രാന്ത്, സ്വത്തേന്ന് ഇങ്ങനെ അങ്ങ് നടക്കുക. ഒരുത്തനെ വകവരുത്തി കൊന്നു. അതുപോലെ ഇവിടെ അടുത്തുണ്ടായിരുന്നു റീനു എന്ന് പറയുന്ന ഒരു പാമ്പിടിച്ച കൊച്ച്, ഒരു ക്രിസ്ത്യൻ കൊച്ച്. ഇതൊക്കെ നമ്മൾ ദൈവം അറിയിച്ചു തന്നതാണ്. നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ആ മോളി എന്ന് പറയുന്ന ആ അമ്മാമയാണ് പറഞ്ഞത്, ഇവളവിടെ ചെന്ന് ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുക. കൊച്ച് മധുരയിൽ പഠിക്കുകയായിരുന്നു, മെഡിക്കൽ കോളേജിൽ. അതിനെ വകവരുത്തി. വെറും 10, 20, 21 വയസ്സേ ഉള്ളായിരുന്നു പാവത്തിന്. ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരിക, ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോവുക, കൊണ്ടുവിടുക. ഇതൊക്കെ പരിപാടികൾ പലതുണ്ടായിരുന്നെന്ന്. പിന്നെ മനസ്സിലാവുന്ന ഈ കള്ളിയുടെ പരിപാടികളെല്ലാം. ഇങ്ങനെ പലരെ ഇവൾ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവൾ സ്റ്റെം സെല്ല് വെച്ചിരിക്കുക. സ്റ്റെം സെല്ല് എവിടെയൊക്കെയോ വെച്ചിട്ടുണ്ടെന്ന്. സ്റ്റെം സെല്ല് എന്നോട് പറയാം, നിൻ്റെ കൊച്ചിന് വേണമെങ്കിൽ തരാമെന്ന്. ഞാൻ എൻ്റെ കൊച്ചിന് എന്തോ എന്തെങ്കിലും അസുഖം. അപ്പോൾ ഇങ്ങനെ അസുഖം വരുത്തി നടക്കുക ഇവളിങ്ങനെ നടക്കുക. ഇവൾ ഭയങ്കര പല രീതിയിലുള്ള പൊടിയും കെമിക്കലും ഒക്കെ ആയിട്ട് നടക്കുക ഇവളിങ്ങനെ. ഇവളീ പൊടിയും കെമിക്കലും ഒക്കെ കൈ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവൾ ഏതാണ്ട് ലാബിലോ വല്ലതൊക്കെ ആയിരിക്കും കയറി നിൽക്കുന്നത്. ഇവൾ ഈ ഫാർമസി കോളേജുകളിലെ ലാബിലൊക്കെ കയറിയുന്നുണ്ട്. ഇങ്ങനത്തെ ഈ പാത്തോജൻസ് ഒക്കെ ഉള്ള പൊടികളൊക്കെ ഉണ്ട് ഇവരുടെ ഇതിൽ. ബീ ഫാംകാർക്ക് ലാബിൽ കൊടുക്കുന്നത്. ഇതൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവളിവിടെ നിൽക്കുന്നത്, ഇവിടെയൊക്കെ കയറി നിൽക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൈക്കലാക്കി ഇങ്ങനെ ഓരോരുത്തർക്ക് ഡിസീസൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പരിപാടി. സ്കിൻ ഡിസീസ്, മറ്റേത് മറിച്ചത് നമ്മുടെ വെള്ളത്തിനകത്ത് കലക്കുക. ഇവൾ ആസിഡ് വാങ്ങിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിന് കണ്ടതാണ്.
ഈ ആസിഡ് നമ്മുടെ വെള്ളത്തിൽ കലക്കി നമ്മുടെ മുടി, അപ്പോൾ നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഊരിക്കുക, ഇങ്ങനെ പല പരിപാടികളാണ് ഇവർക്കുള്ളത്. ഈ ബോൾഡ് ആവുന്ന ചിലവർ ബോൾഡ് ആവുന്നതൊക്കെ ഇങ്ങനെയാണ്. ആസിഡുള്ള വെള്ളം തലയിൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിയും. അത് സ്ഥിരം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയാതെ ഇങ്ങനെ യൂസ് ചെയ്താണ് ഇതാവും. മനസ്സിലാവും നമ്മൾ ആണുങ്ങളൊക്കെ ബോൾഡ് ആവുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എന്താ ഇപ്പം തന്നെ പല ഡേറ്റിലുള്ള ഇതുണ്ട്, നമ്മളുടെ മുടി പോകാത്തത്, മുടി പോയത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമ്മളിത് പ്രത്യേകിച്ച് നമ്മൾ നല്ല ഇതോടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, വെള്ളം യൂസ് ചെയ്യുന്ന അതുപോലെ കളഞ്ഞിട്ടുമൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ നമ്മുടെ മുടി കിളിക്കും. അല്ലെങ്കിൽ ഈ ആസിഡുള്ള വെള്ളം നമ്മുടെ തലയിൽ കോരി ഒഴിച്ചാൽ നമ്മുടെ മുടി ഊർന്നു പോകും. ഇപ്പം പിന്നെ ലേസർ പരിപാടി, ഇപ്പം അടിക്കുന്നുണ്ട് ലേസർ തലയിലോട്ട്. നമ്മുടെ ലേസർ അടിച്ചിങ്ങനെ മുടി കളയുക. ആരോ ഇവിടെ കയറിയിരുന്നിങ്ങനെ അടിക്കുകയാണ് ലേസർ. ഇവിടെ അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് ലേസറും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ട്. ഒന്ന് ഈ ഇവൻ്റെ വീട്ടിലാൾ വരും, ഇവിടെ അങ്ങനെ പലയിടത്തും ഇങ്ങനെ വരിക. പണി ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ ഇവിടെ എന്തായാലും ഒരു കാറ് നിർത്തിയേച്ച് പോകുന്നേ കണ്ടു. അപ്പോൾ ഇങ്ങോട്ട് ആരാണ്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രാമ ഉണ്ടാക്കാനായിട്ട് ഇവൻ വന്നത്. ഏതോ അവിടെ കാറ് നിർത്തിയിട്ടേച്ച് പോയത്. അപ്പോൾ ഇങ്ങനെ പല പരിപാടികളാണ് ഇവന്മാർക്കുള്ളത്. നമ്മുടെ വീട്ടിലാരും വരുന്നില്ല. കാണിച്ചു ഇവിടെ ഒരു കാറിനെയും പാടില്ല, ഇവിടെ വന്ന് കിടക്കത്തുമില്ല. അവിടെ ഇവിടെയും വന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. പിന്നെ 2 ദിവസം അവിടെയായിരുന്നു ഒരു സ്കൂട്ടർ ഇരുന്നത്. ഇവൻ്റെ വീട്ടിൽ വരുന്ന ജോലിക്കാരാണ്. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാൻ. പക്ഷെ ഇവിടെ ഇങ്ങനെ വെച്ചേച്ച് ഡ്രാമകളാണ്, അവിടെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു.